മോഹൻലാലിൻ്റെ മകൾ വിസ്മയ സിനിമയിലേക്ക് വരുന്നു. ലാലേട്ടൻ അല്പം മുമ്പ് പുറത്തുവിട്ട വാർത്തയാണിത്. ജൂഡ് ആൻ്റണിയുടെ ചിത്രത്തിലാണ് 2018 എന്ന സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. പേര് തുടക്കം. വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കമാണ് ഈ ചിത്രം. പേരും എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നല്ലേ. അപ്പം രാവിലെ തന്നെ മോഹൻലാൽ 5 മണിക്ക് ഏതോ ഒരു വാർത്ത പുറത്ത് വരും എന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ദൃശ്യം 3യുടെ ഏതെങ്കിലും അപ്ഡേറ്റ് ആണോ, അതോ പുതിയ അമൽ നീരജിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണോ, ജിത്തു മാധവൻ്റെ പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ആണോ, അതുമല്ല ജൂഡ് ആൻ്റണിയുടെ ചിത്രത്തിൻ്റെ മോഹൻലാൽ അഭിനയിക്കുന്നതിൻ്റെ അപ്ഡേറ്റ് ആണോ എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നത്. പക്ഷേ ഒരു കാരണവശാലും ആരും പ്രതീക്ഷിച്ചില്ല വിസ്മയ സിനിമയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല. ഈ ചിത്രത്തിൽ മോഹൻലാൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. തുടരി എന്ന ചിത്രത്തിന് ശേഷം അത് കണ്ടതിന് ശേഷം ജൂഡ് ആൻ്റണി അന്നൊരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു കാര്യം, ലാലേട്ട എനിക്കും കൂടി ഒരു അവസരം തരൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ മോഹൻലാലും ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ മകളായതുകൊണ്ട് അഭിനയിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലടി. മോഹൻലാലിൻ്റെ മകളായതുകൊണ്ട് മാത്രം അഭിനയിക്കും. ഇപ്പം പ്രണവ് മോഹൻലാൽ സിനിമയിൽ വന്നു. മോഹൻലാലിൻ്റെ അഭിനയശേഷി പ്രണവിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മോഹൻലാൽ വേറെ ലെവലിൽ നിൽക്കുന്ന സാധനമാണ്. അദ്ദേഹത്തിൻ്റെ മക്കളായതുകൊണ്ട് അവർക്ക് അഭിനയശേഷി ഉണ്ടാകണം എന്നില്ല. ഏതായാലും അവർ താല്പര്യമുണ്ട്. മോഹൻലാലിനോട് പലപ്പോഴും ഇൻ്റർവ്യൂവിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, മക്കൾ സിനിമയിലേക്ക് വരുന്നു, അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടം തോന്നി, സംവിധായകൻ അവരെ സമീപിച്ചു, അങ്ങനെ അവർ സിനിമയിൽ അഭിനയിക്കുന്നു. വിസ്മയ മോഹൻലാൽ സിനിമയിൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല എന്നെനിക്ക് തോന്നുന്നു. വിസ്മയുടെ ടേസ്റ്റൊക്കെ വേറെയായിരുന്നു. കാരണം ചിത്രരചനയിൽ വിസ്മയ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. കാരണം പല ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്ത് വന്ന് വൈറലാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2021 ഒരു കവിതാ സമാഹാരം ഇംഗ്ലീഷ് പുറത്തിറക്കി. അതും പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റി. നക്ഷത്രധൂളികൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് മലയാളത്തിൽ മൊഴിമാറ്റുകയും ചെയ്തു. ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ പുസ്തകമായിരുന്നത്. അതിനുശേഷം വിസ്മയുടേതായി പുറത്തു വന്നത് ഗ്രഹണം എന്ന ഹ്രസ്വചിത്രം സംവിധാന സഹായിയായിട്ട് ഇറങ്ങി. ഏറെ നിരൂപക പ്രശംസയൊക്കെ പിടിച്ചു പറ്റിയ ചിത്രമാണ്. അപ്പം സംവിധാനത്തിലും ചിത്രരചനയിലും എഴുത്തിലുമൊക്കെ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് വിസ്മയ എന്ന് നേരത്തെ തന്നെ നമുക്ക് അറിയാവുള്ള കാര്യമാണ്. അതുപോലെ തായ് അതിലയിൽ പരിശീലനമൊക്കെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു. അങ്ങനെ ഒരു സകലകലാവല്ലഭ ആണ് വിസ്മയെന്ന് പറയാം. പക്ഷെ അഭിനയത്തിൽ എന്തുമാത്രം മികവ് പുലർത്തും എന്നുള്ളത് ചിത്രം കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. മോഹൻലാലിൻ്റെ മകളായതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല അല്ലേ. മോഹൻലാൽ വേറെ നിൽക്കുന്നു, മക്കളെല്ലാം വേറെ ലെവൽ. ഏതായാലും പ്രണവിനെ പറ്റി നമുക്കറിയാം. പ്രണവ് തുടർച്ചയായിട്ടുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കുന്നില്ല. അദ്ദേഹത്തിനെ പറ്റി ഉള്ള ആശയം എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം കഴിഞ്ഞതിൻ്റെ പ്രൊമോഷന് പോലും നിൽക്കാറില്ല, താല്പര്യമില്ല. പിന്നെ സംവിധായകരൊക്കെ നിർബന്ധിക്കുമ്പം ഒരു ചിത്രത്തിൽ അഭിനയിച്ചു എന്ന് വരുത്തിയതിന് ശേഷം ഇവിടുന്ന് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈയിടെ പുതിയൊരു ചിത്രം, രാഹുൽ സദാശിവൻ്റെ ഒരു ചിത്രം ഇത് വരുന്നുണ്ട്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത പടത്തിന് ഇത് ചെയ്യത്തുള്ളൂ. അല്ലാതെ സംവിധായകർക്ക് ഇല്ലാത്തതുകൊണ്ടല്ല, അതിന് താല്പര്യമില്ല. പുള്ളിക്ക് യാത്രയും ഒക്കെ ആയിട്ടാണ് താല്പര്യം. അപ്പം വിസ്മയ മോഹൻലാൽ എത്ര ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടോ എന്ന് സ്ഥിരം അഭിനയം ഒരു തൊഴിലാക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് നിശ്ചയമില്ല. ഏതായാലും ചിത്രം ഇറങ്ങട്ടെ. ചിത്രം ഇറങ്ങിയതിന് ശേഷം മാത്രമേ അഭിനയശേഷിയുള്ള നടിയാണോ വിസ്മയ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പിന്നെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്, മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടോ? തുടരും കഴിഞ്ഞതിന് ശേഷം തുടക്കത്തിലും മോഹൻലാൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത്.
ആശീർവാദ് തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. 37ാമത്തെ ആശീർവാദിൻ്റെ ചിത്രമാണ്. അതിൻ്റെ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും എന്ന് തോന്നുന്നു. ജൂഡ് ആൻ്റണി തന്നെയാണ് ഇതിൻ്റെ കഥയും തിരക്കഥയൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം പുതിയ വിശേഷങ്ങൾ ഇതാണ്. അപ്പം മറ്റു വിശേഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വിശേഷവുമായി വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.